गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुगमुगात् अमृतद्रव संयुतं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। हरे कृष्ण। श्रीमद् भागवतम चतुर्थ स्कंदम അധ്യായം 20. പൃഥുമഹാരാജാവിന്റെ യാഗവേദിയിൽ വിഷ്ണു ഭഗവാന്റെ പ്രത്യക്ഷപ്പെടൽ. ശ്ലോകം 9 മുതൽ 13 വരെ വായിക്കാം. യാ സ്വധർമ്മേണ മാം നിത്യം നിരാശീ ശ്രദ്ധയാന്വിതഃ ഭജതേ ശനകൈസ്തസ്യ മനോരാജൻ പ്രസീദതി. പരിത്യക്ത്വാ ഗുണസമ്യക് ദർശനോ വിശദാശയഃ ശാന്തിം മേ സമവസ്ഥാനം ബ്രഹ്മ കൈവല്യമശ്നുതേ. ഉദാസീനമിവാധ്യക്ഷം ദ്രവ്യജ്ഞാനക്രിയാത്മനാം കൂടസ്ഥം ഇമമാത്മാനം യോ വേദാപ്നോതി ശോഭനം. ഭിന്നസ്യ ലിംഗസ്യ ഗുണപ്രവാഹോ ദ്രവ്യക്രിയാകാരകചേതനാത്മനഃ ദൃഷ്ടാസു സംവത്സു വിപത്സു സൂരയോ ന വിക്രിയന്തെ മയി ബദ്ധസൗഹൃദാഃ. സമാനോത്തമമധ്യമാധമ സുഖേ ച ദുഃഖേ ച ജിതേന്ദ്രിയാശയഃ മയോപക്ലുപ്താഖിലലോകസംയുതോ വിതത്സ്വവീരാഖിലലോകരക്ഷണം. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശ്രീകാന്ത് പ്രഭുജി വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്കന്ധം 4, അധ്യായം 20, ശ്ലോകം 9. യസ്വധർമ്മേണ മാം നിത്യം നിരാശീ ശ്രദ്ധയാന്വിതഃ ഭജതേ ശനകൈസ്തസ്യ മനോരാജൻ പ്രസീദന്തി. വിവർത്തനം. പരമദിവ്യോത്തമ പുരുഷനായ വിഷ്ണു ഭഗവാൻ തുടർന്നു. എന്റെ പ്രിയപ്പെട്ട പൃഥ്വിരാജാവേ, ഒരുവൻ അവന്റെ സ്വധർമ്മത്തിൽ എന്റെ ഭക്തിയുത സേവനത്തിൽ വ്യാപൃതനായി ഭൗതിക നേട്ടങ്ങൾ ഒന്നും ലക്ഷ്യമാക്കാതെ നിർവഹിക്കുമ്പോൾ അവൻ ക്രമേണ സ്വാത്മാവിൽ സംതൃപ്തനാകും. ശ്ലോകം 10. പരിത്യക്ത ഗുണസമ്യക് ദർശനോ വിശദാശയഃ ശാന്തിം മേ സമവസ്ഥാനം ബ്രഹ്മ കൈവല്യമശ്നുതേ. വിവർത്തനം. ഹൃദയം മാലിന്യങ്ങൾ നീങ്ങി ശുദ്ധമാകുമ്പോൾ ഭക്തന്റെ മനസ്സ് വിശാലവും സുതാര്യവുമാവുകയും അവന് കാര്യങ്ങൾ സമാനതയിൽ ദർശിക്കാൻ കഴിയുകയും ചെയ്യും. ജീവിതത്തിന്റെ ഈ തലത്തിൽ ഒരുവന് സമാധാനം കൈവരുകയും അവൻ എനിക്ക് സമനായി സച്ചിദാനന്ദ വിഗ്രഹനായി തീരുകയും ചെയ്യും. ശ്ലോകം 11. ഉദാസീനമിവാധ്യക്ഷം ദ്രവ്യജ്ഞാനക്രിയാത്മനാം കൂടസ്ഥമിമമാത്മാനം യോ വേദാപ്നോതി ശോഭനം. വിവർത്തനം.
5 സ്ഥൂല ഘടകങ്ങൾ ഇന്ദ്രിയാവയവങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവയാൽ നിർമ്മിതമായ ഈ ഭൗതിക ശരീരം ഇതിനുള്ളിൽ സ്ഥിരമായിരിക്കുന്ന ആത്മാവിൽ വീക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് തിരിച്ചറിയുന്ന ഏതൊരുവനും ഭൗതിക ബന്ധനത്തിൽ നിന്ന് മോചനം നേടാൻ യോഗ്യനാണ്. ശ്ലോകം 12. ഭിന്നസ്യ ലിംഗസ്യ ഗുണപ്രവാഹോ ദ്രവ്യക്രിയാകാരകചേതനാത്മനഃ ദൃഷ്ടാസു സമ്പത്സു വിപത്സു സൂരയോ ന വിക്രിയന്തേ മയി ബദ്ധ സൗഹൃദാ. വിവർത്തനം. വിഷ്ണു ഭഗവാൻ പൃഥുരാജാവിനോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട രാജാവേ, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ പരസ്പര പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഭൗതിക ലോകത്തിന് നിരന്തരം മാറ്റങ്ങൾ സംഭവിക്കുന്നത്. 5 ഘടകങ്ങളും ഇന്ദ്രിയങ്ങളും അവയെ നിയന്ത്രിക്കുന്ന ദേവന്മാരും അതുപോലെ ജീവാത്മാവിനാൽ പ്രക്ഷുബ്ധമാക്കപ്പെടുന്ന മനസ്സും ഇവയെല്ലാം കൂടിച്ചേരുന്നതാണ് ശരീരം. ജീവാത്മാവ് സ്ഥൂലങ്ങളും സൂക്ഷ്മങ്ങളുമായ ഈ ഘടകങ്ങളുടെ സംയോജനത്തിൽ നിന്ന് തികച്ചും വിഭിന്നമായതിനാൽ ബദ്ധമായ സൗഹാർദ്ദങ്ങളാൽ എന്നോട് ബന്ധപ്പെട്ടിരിക്കുന്നവനും പരിപൂർണ ജ്ഞാനിയുമായ എന്റെ ഭക്തൻ ഭൗതികമായ സുഖദുഃഖങ്ങളാൽ വിശുദ്ധ ചിത്തനാകില്ല. ശ്ലോകം 13. സമസമാനോത്തമമധ്യമാധമഃ സുഖേ ച ദുഃഖേ ച ജിതേന്ദ്രിയാശയഃ മയോപക്ലുപ്താഖിലലോകസംയുതോ വിദത്സ്വവീരാഖിലലോകരക്ഷണം. വിവർത്തനം. എന്റെ പ്രിയപ്പെട്ട നായകനായ രാജാവേ, ദയവായി എല്ലായ്പ്പോഴും സമചിത്തത പാലിക്കുകയും ജനങ്ങളെ അവർ നിന്നേക്കാൾ ഉയർന്നവരായാലും മധ്യതലത്തിലുള്ളവരായാലും അധസ്ഥിതരായാലും അവരെ തുല്യനിലയിൽ പരിഗണിക്കുകയും ചെയ്യുക. താൽക്കാലികമായ സന്തോഷത്താലോ ദുഃഖത്താലോ അസ്വസ്ഥനാകരുത്. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പൂർണ്ണമായി നിയന്ത്രിക്കുക. ഈ അതീന്ദ്രിയാവസ്ഥയിൽ തുടർന്നുകൊണ്ട് ഒരു രാജാവെന്ന നിലയിൽ എന്റെ ക്രമീകരണത്താൽ ജീവിതത്തിന്റെ ഏതെല്ലാം അവസ്ഥകളിലേക്ക് നീ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ അവയെല്ലാം നിർവഹിക്കാൻ ശ്രമിക്കുക. കാരണം നിന്റെ രാജ്യത്തെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകുകയാണ് നിന്റെ ഏകധർമ്മം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ശ്രീകാന്ത് പ്രഭുജി. ഹരേ കൃഷ്ണ. ഭഗവാൻ വിഷ്ണു നേരിട്ട് പൃഥു മഹാരാജാവിന്റെ യജ്ഞവേദിയിൽ എത്തിച്ചേർന്നു. ഭഗവാൻ ദേവേന്ദ്രന്റെ അകമ്പടിയോട് കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ദേവേന്ദ്രന് താൻ ചെയ്ത പ്രവൃത്തിയിൽ പ്രായശ്ചിത്തം തെറ്റാണെന്ന് തോന്നി. അതുകൊണ്ട് പൃഥു മഹാരാജാവിനോട് മാപ്പ് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദേവേന്ദ്രൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ദേവേന്ദ്രന് ദയവായി മാപ്പ് നൽകണം എന്ന് ഭഗവാൻ പൃഥു മഹാരാജാവിനോട് അപേക്ഷിച്ചു. സമൂഹത്തിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തിക്ക്, ഉയർന്ന ബുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് മറ്റുള്ളവരോട് വിദ്വേഷമൊന്നും ഉണ്ടാവുകയില്ല. പൃഥു മഹാരാജാവിൽ നിന്ന് അങ്ങനെയുള്ള ഒരു പെരുമാറ്റമാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. മുക്തനായിട്ടുള്ള ഒരു വ്യക്തി ജീവിതത്തിൽ സംഭവിക്കുന്ന സുഖദുഃഖങ്ങളിൽ വിഭ്രാന്തനാകുന്നില്ല എന്ന് പറഞ്ഞു. എങ്ങനെയാണ് മുക്തനായി തീരുന്നത് എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മുക്താവസ്ഥയിലേക്ക് എത്തുന്നതിനുള്ള മാർഗങ്ങളാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു തരുന്നത്. നേരിട്ട് ഇവിടെ പൃഥു മഹാരാജാവിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഭഗവാൻ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. പൃഥു മഹാരാജാവ് സ്വന്തം ധർമ്മത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഇന്ദ്രനോട് യുദ്ധം ചെയ്യുന്നതിൽ നിന്ന് പൃഥു മഹാരാജാവ് പിന്മാറണം എന്നാണ് ഭഗവാൻ പറയുന്നത്. സ്വധർമ്മേണ മാം നിത്യം നിരാശീ ശ്രദ്ധയാന്വിത ഭജതേ ശനകേസ്തസ്യ മനോരാജൻ പ്രസീദതി. ഏതൊരു വ്യക്തിയാണോ സ്വധർമ്മം കൊണ്ട് ഭഗവാനെ പൂജിക്കുന്നത്, എന്ത് പ്രവൃത്തിയാണോ തനിക്ക് കിട്ടിയിട്ടുള്ളത് ആ പ്രവൃത്തി ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി സമർപ്പിക്കുക. ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടായിരിക്കണം ഒരു വ്യക്തി പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ സ്വന്തം കർമ്മങ്ങൾ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് മനസ്സിൽ സമാധാനമുണ്ടാകും, മനസ്സിൽ തൃപ്തി അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. മനോരാജൻ പ്രസീദതി.
ഭഗവാന് സമർപ്പിക്കാതെയാണ് പ്രവൃത്തികൾ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും സംതൃപ്തി അനുഭവിക്കാൻ, ജീവിതത്തിൽ തൃപ്തി അനുഭവിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഭഗവത്ഗീതയിലും ഇതേ കാര്യം 18-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. 45-46 ശ്ലോകങ്ങളിൽ സ്വേസ്വേ കർമ്മണ്യഭിരത സംസിദ്ധിം ലഭതേ നര. നമ്മൾക്ക് എന്ത് പ്രവൃത്തിയാണോ കിട്ടിയിട്ടുള്ളത് അത് ഭഗവാന് വേണ്ടി ചെയ്യുക, അതിന്റെ കർമ്മഫലം ഭഗവാന് സമർപ്പിക്കുക. അങ്ങനെയാണ് നമ്മൾക്ക് മോക്ഷമാർഗത്തിലേക്ക് പോകാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുന്നത്. ഭഗവാന് സമർപ്പിക്കാതെ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ പ്രവൃത്തി സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയുള്ള പ്രവർത്തനമായിട്ട് മാറും. അതിലൂടെ ഒരു വ്യക്തിക്ക് ഒരിക്കലും സമാധാനമോ സന്തോഷമോ ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. സ്വധർമ്മം അനുഷ്ഠിക്കാനാണ് ഇവിടെ ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. സ്വധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ചിട്ടുള്ള പ്രവർത്തനമാണ്. ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഇങ്ങനെ നമ്മുടെ സ്വഭാവം അനുസരിച്ച് ഏത് കർമ്മമാണോ നമ്മളിപ്പോൾ ഏർപ്പെടുന്നത് ആ കർമ്മം ഭഗവാന് വേണ്ടി സമർപ്പിക്കണം. അങ്ങനെ ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്ന സമയത്ത് നമ്മുടെ കർമ്മബന്ധങ്ങൾ ഇല്ലാതായിട്ട് മാറും, ഭഗവാനെ കുറിച്ചുള്ള സംശയങ്ങൾ ഇല്ലാതായിട്ട് മാറും, ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാകും. അങ്ങനെ നമ്മുടെ ഉത്കണ്ഠകളും ഭയങ്ങളും ഇല്ലാതാകും എന്നാണ് പറയുന്നത്. ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 10-ാമത്തെ ശ്ലോകത്തിൽ പരിത്യക്ത ഗുണസമ്യക് ദർശനോ വിശദാശയ ശാന്തിം മേ സമവസ്ഥാനം ബ്രഹ്മ കൈവല്യമശ്നുതേ. ഇങ്ങനെ ഭഗവാനുള്ള സമർപ്പണമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഹൃദയത്തിലുള്ള കാമക്രോധങ്ങളാവുന്ന മാലിന്യങ്ങളെല്ലാം നീങ്ങി സമാധാന അവസ്ഥയിൽ വരും, ഭയമില്ലാതാകും, ഉത്കണ്ഠ ഇല്ലാതായിട്ട് മാറും. അങ്ങനെ ഒരു വ്യക്തി ശുദ്ധനായിട്ടും മാറുന്ന സമയത്ത് ആ വ്യക്തിക്ക് യഥാർത്ഥ ശാന്തി അനുഭവിക്കാൻ സാധിക്കും, യഥാർത്ഥ സമാധാനം അനുഭവിക്കാൻ സാധിക്കും, അങ്ങനെ മുക്തിയും ലഭിക്കും എന്നാണ് പറയുന്നത്. ആ വ്യക്തിക്ക് സ്വന്തം അവസ്ഥയെക്കുറിച്ച് തിരിച്ചറിയാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ ഭക്തന്മാരുടെ, വൈഷ്ണവന്മാരുടെ ചിന്തയനുസരിച്ച് എന്താണ് മുക്തി എന്നും മായാവാദ പദ്ധതി അനുസരിച്ച് എന്താണ് മുക്തി എന്നും വേർതിരിച്ച് പറയുന്നുണ്ട്. മായാവാദികൾ വിചാരിക്കുന്നത് മുക്തി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, മുക്തി ലഭിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ ശരീരത്തിൽ അലിഞ്ഞു പോകും, പിന്നെ പ്രവർത്തനം ഒന്നുമില്ല എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ മുക്താവസ്ഥയെക്കുറിച്ച് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. സ്വന്തം അവസ്ഥയെ തിരിച്ചറിയുന്ന അവസ്ഥയാണ് മുക്തി എന്ന് പറയുന്നത്. എന്താണ് സ്വന്തം സ്ഥാനം, ഞാൻ ഭഗവാന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന അവസ്ഥയാണ് മുക്തി എന്ന് പറയുന്നത്. അതുവരെ ഭഗവാനെ മറന്നാണ് ജീവിക്കുന്നത്. ഭഗവാനും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് തിരിച്ചറിയുന്നതാണ് മുക്തി. അതിനുശേഷം പ്രവർത്തനമുണ്ട്, ഭഗവാന്റെ സേവനം, പ്രവർത്തനവുമുണ്ട്. അപ്പം ആ ഒരു അവസ്ഥയിൽ നമ്മൾക്ക് യഥാർത്ഥ ശാന്തിയും സന്തോഷവും അനുഭവിക്കുമെന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ ഇല്ലാതാകുന്നില്ല, വീണ്ടും ഭഗവാന്റെ സേവനം തുടർന്ന് ചെയ്യാൻ, ആനന്ദത്തോടു കൂടി ഭഗവാന്റെ സേവനം ചെയ്യാൻ സാധിക്കും. അതാണ് യഥാർത്ഥത്തിൽ മുക്തി എന്നുള്ള അവസ്ഥയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ എങ്ങനെ ആ മുക്തിയിലേക്ക് എത്തിച്ചേരാം, അതിന് ആവശ്യമായിട്ടുള്ള അറിവ് എന്താണ് എന്നാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഈ ശരീരം ഭൗതിക വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതാണെന്നും ഞാൻ ഈ ഭൗതിക വസ്തു അല്ല എന്നും തിരിച്ചറിയുന്നതാണ് മുക്തിയിലേക്കുള്ള ആദ്യത്തെ പടി എന്നാണ് പറയുന്നത്. ഞാൻ ശരീരമാണ് എന്ന് വിചാരിച്ച് ജീവിക്കുന്നിടത്തോളം കാലം മുക്തിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ച ശരീരമല്ല, ഈ ശരീരത്തിൽ ഇരിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്ന് തിരിച്ചറിയുമ്പോഴാണ് മുക്തി ആരംഭിക്കുന്നത്. ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ വേറെയാണ്, ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ വേറെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആത്മീയ പ്രവർത്തനത്തിലേക്ക് വരാൻ സാധിക്കും. അങ്ങനെയാണ് മുക്തി ലഭിക്കുന്നത് എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ, 12-ാമത്തെ ശ്ലോകത്തിൽ അത് കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. ശരീരത്തിന്റെ പ്രവർത്തനം, ആത്മാവിന്റെ പ്രവർത്തനം രണ്ടും രണ്ടാണ് എന്നവിടെ വിശദീകരിക്കുന്നത്. ശരീരത്തിലുള്ളത് പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചവിഷയങ്ങളും അതേപോലെ ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ദേവന്മാരുമാണ്.
അപ്പൊ ശരീരത്തിന്റെ പ്രവർത്തനം ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നതാണ്. ഈ ഭൗതിക പ്രകൃതിയിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് യഥാർത്ഥത്തിൽ ഈ പ്രകൃതിയാണ് ചെയ്യുന്നത്, നമ്മളല്ല എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് നമ്മൾക്ക് മുക്തി ഉണ്ടാകുന്നത്. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കണം. ആത്മാവിന്റെ സേവനത്തിൽ ഏർപ്പെടണം. ശരീരത്തിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ബദ്ധാവസ്ഥയിൽ ഞാൻ ഈ ശരീരത്തിന്റെ പ്രവർത്തനം തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ശരീരത്തിന്റെ പ്രവർത്തനം സ്വാഭാവികമായിട്ട് പ്രകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ആത്മാവ് എന്നുള്ള നിലയിൽ ആത്മാവിന്റെ പ്രവർത്തനമാണ് ചെയ്യേണ്ടത്, ഭഗവാന്റെ സേവനമാണ് ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് ഭഗവാന്റെ സേവനം നിരന്തരമായിട്ട് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് യഥാർത്ഥ മുക്തി അനുഭവിക്കാൻ സാധിക്കും. അത് ഭഗവാനെ ആശ്രയിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഭഗവാനെ ഒരു സുഹൃത്തായിട്ട് കരുതിയിട്ടാണ് ആത്മീയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് ഇവിടെ പറയുന്നു. ന വിക്രിയന്തേ മൈ ബദ്ധ സൗഹൃദ. ഭഗവാൻ എന്റെ സുഹൃത്താണ്, ഭഗവാൻ എന്നെ സംരക്ഷിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ സേവനത്തിൽ നിരന്തരമായിട്ട് മുഴുകുക. ശരീരത്തിൽ ഇരിക്കുമ്പോഴും ഭഗവാന്റെ സേവനത്തിൽ മുഴുകിക്കഴിഞ്ഞാൽ മുക്താവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഭഗവത്ഗീതയിൽ പറയുന്നു, മാംശയ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമതീത്യേതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. നിരന്തരമായിട്ട് ഭക്തി സേവനം ചെയ്തു കഴിഞ്ഞാൽ മുക്തനാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ആ ഭക്തി സേവനം എന്ന് ഇവിടെ ഓരോരുത്തർക്കും ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള നിലവാരത്തിലായിരിക്കും ഭക്തി ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ ഭഗവാൻ പൃഥു മഹാരാജാവിനോട് സ്വധർമ്മം തന്നെ ഭഗവാന് അർപ്പിച്ചുകൊണ്ട് ചെയ്യാനാണ് പറയുന്നത്. കർമ്മത്തിൽ നിന്ന് ഒഴിവാകാൻ പറയുന്നില്ല. പൃഥു മഹാരാജാവിന്റെ ധർമ്മം രാജാവ് എന്നുള്ള രീതിയിൽ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ മതി. അത് ഭഗവാനോടുള്ള ഭക്തിയായിട്ട് ഭഗവാന് കണക്കാക്കും. കാരണം അത് ഭഗവാൻ നേരിട്ട് പൃഥു മഹാരാജാവിനോട് നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നു, 13ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, വിദത്സ വീരാഖില ലോക രക്ഷണം. ഈ ലോകത്തിലുള്ള ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ് നിന്റെ ധർമ്മം. അപ്പോൾ അത് ആര് നിർദ്ദേശിച്ചതാണ്? ഭഗവാൻ പൃഥു മഹാരാജാവിനോട് നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ലോക സംരക്ഷണം ചെയ്യുന്ന സമയത്ത് അതെന്തായിട്ട് മാറും? ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള പ്രവൃത്തിയായിട്ട് മാറും. അപ്പോൾ ലോക സംരക്ഷണം ചെയ്താൽ തന്നെ അത് ഭക്തി സേവനമായിട്ട് മാറും. ഇങ്ങനെ നേരിട്ട് ഭഗവാൻ നിർദ്ദേശിച്ചതോ അല്ലെങ്കിൽ ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ള ഗുരുക്കന്മാർ, ആത്മീയ ഗുരുക്കന്മാർ നിർദ്ദേശിച്ചിട്ടോ ഉള്ളതോ ആയ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് ഭക്തി സേവനമാണ്. ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നതും അല്ലെങ്കിൽ ഭഗവാന്റെ നേരിട്ടുള്ള നിർദ്ദേശം അനുസരിച്ചുള്ള പ്രവർത്തനമാണ് ഭക്തി എന്ന് പറയുന്നത്. ഇവിടെ പൃഥു മഹാരാജാവിന് നേരിട്ട് ഭഗവാനിൽ നിന്നും നിർദ്ദേശം കിട്ടി. എന്താണ് നിർദ്ദേശം? രാജ്യത്തുള്ള ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുക, അവരുടെ സംരക്ഷണത്തിനു വേണ്ടി പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിച്ചാൽ തന്നെ അത് ഭക്തിയാണ്, ഭഗവാന്റെ സേവനമാണ്. ആ വ്യക്തിക്ക് പൃഥു മഹാരാജാവിന് മുക്തി ലഭിക്കും. അർജുനന് നേരിട്ട് ഭഗവാനിൽ നിന്നും നിർദ്ദേശം ലഭിച്ചു, യുദ്ധം ചെയ്താൽ മതി, ക്ഷത്രിയന്റെ ധർമ്മം യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഭക്തി സേവനം. അപ്പോൾ കലിയുഗത്തിൽ നമ്മൾക്കും ആചാര്യന്മാരുടെ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. കലിയുഗത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഭഗവാന്റെ നാമജപം ചെയ്യുക എന്നുള്ളതാണ്. നാമജപം, അതേപോലെ ഭഗവത്ഗീത, ഭാഗവതം എന്നീ ഗ്രന്ഥങ്ങൾ കീർത്തിക്കുന്നത്, പ്രചരിപ്പിക്കുന്നത്, അത് വായിക്കുന്നത്, ഇതെല്ലാം ഭക്തി സേവനമാണ്. ശ്രവണവും കീർത്തനവുമാണ് കലിയുഗത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അതിലൂടെ തന്നെ നമ്മൾക്ക് മുക്തി മാർഗത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അടുത്ത ശ്ലോകത്തിൽ എന്താണ് രാജധർമ്മം, ഒരു രാജാവ് എന്നുള്ള നിലയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വിശദമാക്കിയിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ